തൃശൂർ മണ്ണുത്തിയിലെ ഒല്ലൂക്കര മുല്ലക്കര ഭാഗത്തു നിന്ന് അതീവ ഗുരുതരവും നാടിനെ നടുക്കുന്നതുമായ ഒരു വൻ കവർച്ചാ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ചെറുവാറ വീട്ടിൽ സോമശേഖരൻ എന്ന 78-കാരനെ കൈകാലുകൾ കൂട്ടിക്കെട്ടി ക്രൂരമായി മർദ്ദിച്ച് വായിൽ തുണി തിരുകിയാണ് 3-അംഗ കവർച്ചാ സംഘം വൻ കൊള്ള നടത്തിയത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 46 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയുമാണ് അക്രമി സംഘം കവർന്നത്. പ്രതിരോധിക്കാൻ ശ്രമിച്ച വയോധികന്റെ മുഖത്തും മൂക്കിലും ക്രൂരമായി ഇടിക്കുകയും കട്ടിലിൽ കെട്ടിയിട്ട ശേഷം കഴുത്തിലെ മാലയും വിരലിലെ മോതിരവും ബലമായി വലിച്ചു പൊട്ടിക്കുകയായിരുന്നു. കവർച്ചാ സമയത്ത് സോമശേഖരന്റെ ഭാര്യ മകളുടെ വീട്ടിലും മരുമകൾ സ്വന്തം വീട്ടിലും പോയിരുന്നതിനാൽ അദ്ദേഹം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു എന്ന കൃത്യമായ വിവരം മനസ്സിലാക്കിയാണ് പ്രതികൾ എത്തിയത് എന്നത് ഈ സംഭവത്തിന്റെ ആസൂത്രണത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. കൃത്യമായ പ്ലാനിങ്ങോടെ എത്തിയ മോഷണ സംഘം വീടിന്റെ പുറകിലെ ഗ്രില്ലിന്റെ പൂട്ട് ഇരുമ്പ് പാറയും കത്രികയും ഉപയോഗിച്ച് തകർത്താണ് അകത്തു കയറിയത്. താഴത്തെ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സോമശേഖരൻ അപരിചിതനായ ഒരാളുടെ കൈ തട്ടിയപ്പോഴാണ് ഞെട്ടി ഉണർന്നത്. ബഹളം വെക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കുകയും തുടർന്ന് വായിൽ തുണി തിരുകി കൈകൾ പിന്നിലേക്ക് കെട്ടുകയുമായിരുന്നു. ഈ ക്രൂരതയ്ക്കിടയിൽ മോഷ്ടാക്കൾ പരസ്പരം സംസാരിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്തില്ല എന്നതാണ് അന്വേഷണ ഏജൻസികളെ പോലും അമ്പരപ്പിക്കുന്നത്. സോമശേഖരനോട് മിണ്ടാതിരിക്കാൻ താഴ്ന്ന ശബ്ദത്തിൽ ചുപ്പെന്ന് മാത്രമാണ് ആക്രമികൾ പറഞ്ഞത്. അലമാരകൾ എവിടെയാണെന്ന് തിരക്കിയതും പരസ്പരം ആശയവിനിമയം നടത്തിയതുമെല്ലാം ആംഗ്യ ഭാഷയിലൂടെ മാത്രമായിരുന്നു. ഇതാണ് പ്രതികൾ ഇതര സംസ്ഥാന തൊഴിലാളികളോ അല്ലെങ്കിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ കവർച്ചാ സംഘങ്ങളോ ആകാമെന്ന ശക്തമായ സംശയത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത്. മുകൾ നിലയിലെയും താഴത്തെയും മുറികളിലെ അലമാരകൾ തകർന്ന് സോമശേഖരന്റെ ഭാര്യയുടെയും മരുമകളുടെയും ആഭരണങ്ങൾ പൂർണ്ണമായും തട്ടിയെടുത്ത ശേഷം പ്രതികൾ മുൻവാതിലൂടെയാണ് രക്ഷപ്പെട്ടത്. അക്രമികൾ പോയി കഴിഞ്ഞ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കൈയിലെ അയഞ്ഞ കെട്ടഴിച്ചു പുറത്തു ചാടിയ സോമശേഖരൻ സമീപത്തെ വീടുകളിൽ വിളിച്ചാൽ അക്രമികൾ വീണ്ടും വന്ന് ഉപദ്രവിക്കുമോ എന്ന ഭയത്താൽ 100 മീറ്റർ അകലെയുള്ള ദേശീയപാതയിലെ സർവീസ് റോഡിലേക്ക് ഓടിയെത്തുകയായിരുന്നു. അവിടുത്തെ കലുങ്ങിനരികിൽ ഒളിച്ചിരുന്നാണ് അദ്ദേഹം ഒല്ലൂക്കര പോലീസിനെ വിവരം അറിയിച്ചത്. വിവരം ലഭിച്ചയുടൻ മണ്ണുത്തി പോലീസും വിരലട വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിപുലമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. അക്രമികൾ ഗ്രില്ല് തകർക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് പാറയും തോർത്തും കത്രികയും സംഭവ സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അതിക്രമിച്ചു കടക്കൽ, ആയുധം ഉപയോഗിച്ചുള്ള കവർച്ച, മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെയും ദേശീയപാതയിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒറ്റപ്പെട്ടു താമസിക്കുന്ന വയോധികരും കുടുംബങ്ങളും രാത്രികാലങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ജനാലകളുടെയും വാതിലുകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം അപരിചിതരായ ആളുകൾ വീട്ടു പരിസരത്ത് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ ജനമൈത്രി പോലീസിലോ വിവരം അറിയിക്കേണ്ടതാണ്. വീടുകളിൽ സെൻസർ ലൈറ്റുകളും CCTV ക്യാമറകളും സ്ഥാപിക്കുന്നത് ഇത്തരം ക്രിമിനലുകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സഹായിക്കും. നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഇത്തരം ആസൂത്രിത കുറ്റകൃത്യങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകുക എന്നത് സ്വയം സുരക്ഷിതമാക്കാൻ അത്യന്താപേക്ഷിതമാണ്. ഈ കേസിലെ പ്രതികളെ കുറിച്ചുള്ള കൂടുതൽ പോലീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രദേശത്തുള്ള സുഹൃത്തുക്കളുടെയും കുടുംബങ്ങളുടെയും പ്രത്യേകിച്ച് പ്രായമായവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളുടെ സുരക്ഷ മുൻനിർത്തി ഈ സുപ്രധാന അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക.